നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ആണോ? അങ്ങനെ ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? നിങ്ങൾ ഒരിക്കലും ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് ചെറിയ വിലക്ക് സാധനം വിൽക്കാൻ ശ്രമിക്കരുത്. ഒരു നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കി നിങ്ങൾക്ക് അതിൻ്റെ കോസ്റ്റും അതിന് മുകളിൽ നിങ്ങൾക്ക് ഒരു ആവറേജ് പ്രോഫിറ്റും കണക്കാക്കി വേണം വിപണി കീഴടക്കാൻ ശ്രമിക്കേണ്ടത്. പ്രൊഡക്റ്റിന് ക്വാളിറ്റി ഇല്ലെങ്കിൽ എത്ര വില കുറച്ച് വിറ്റ് കഴിഞ്ഞാലും നിങ്ങൾക്ക് വിപണിയിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. ഒരു പ്രൊഡക്റ്റ് ഒരാൾ ഒരു തവണ പർച്ചേസ് ചെയ്തിട്ട് യൂസ് ചെയ്യുമ്പോൾ ക്വാളിറ്റി ഇല്ല എങ്കിൽ രണ്ടാമത് അയാൾ ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യില്ല. ഇനി നിങ്ങളുടെ പ്രൊഡക്റ്റിന് ക്വാളിറ്റി ഉണ്ടെങ്കിൽ ആ ക്വാളിറ്റി നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ അഡ്വർടൈസ്മെൻറ്റിലൂടെ സാധിക്കുകയും വേണം. അഡ്വർടൈസ്മെൻറ്റ് മാത്രമല്ല, ഇപ്പോൾ ഒരു ഹെയർ ഓയിൽ പ്രൊഡക്റ്റ് ആണെന്ന് കരുതുക. ആ പ്രൊഡക്റ്റിൻ്റെ പുറത്തുള്ള ലാബിൽ തന്നെ ഇത് നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് കറക്റ്റായി മെൻഷൻ ചെയ്യാം. ഇൻഗ്രീഡിയൻസ് നിങ്ങൾ അതിൽ ചേർത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും തന്നെയാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി ലേബൽ അതുപോലെ മാറ്റാവുന്നതാണ്. പ്രൊഡക്റ്റിൻ്റെ വാല്യൂ കുറക്കുകയല്ല വേണ്ടത്, കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഉള്ള പ്രൊഡക്റ്റാണെന്ന് കസ്റ്റമർക്ക് ബോധ്യപ്പെടുത്തുകയാണ് വേണ്ടത്. അതിന് ആ ഒരു പ്രൊഡക്റ്റിന് മുകളിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു പ്രോഫിറ്റും എടുത്തുകൊണ്ട് ഒരു MRP പ്രൊഡക്റ്റിന് നിശ്ചയിക്കുക. ഇത് ചെയ്യുമ്പോൾ ഇതേ കാറ്റഗറിയിൽ വരുന്ന വിപണിയുള്ള ഒരു ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങളുടെ ഫീൽഡ് ആയതുകൊണ്ട്. ആ പ്രൊഡക്റ്റിൻ്റെ പ്രൈസുമായി ഒന്ന് കമ്പയർ ചെയ്യുന്നതും നന്നായിരിക്കും. കൂടുതൽ ഇതുപോലുള്ള വീഡിയോസിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.